ഇറാന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായ എണ്ണ കയറ്റുമതി കേന്ദ്രം കാർഗ് ഐലൻഡ്, അവിടെയുള്ള സൈനിക കേന്ദ്രങ്ങൾ മുഴുവനും US ആക്രമിച്ചതായി വാർത്ത വരുന്നു. മാത്രമല്ല ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കാർഗ് ഐലൻഡ് എന്നുള്ള വാർത്തയാണ്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ഈ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. മധു, ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടയുന്നതുകൊണ്ട് അമേരിക്ക ഈ കാർഗ് ഐലൻഡിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഈ ട്രംപ് നൽകുന്ന ഭീഷണി ഇപ്പോൾ? ഗുഡ് മോർണിംഗ് SKN. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം അതിശക്തമായ ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ക്രൗൺ ജ്യുവൽ അല്ലെങ്കിൽ അവരുടെ ഹൃദയമെടുപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാർഗ് ഐലൻഡിലെ എല്ലാ സൈനിക കേന്ദ്രങ്ങളും പൂർണ്ണമായും തകർത്തിരിക്കുന്നെന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പോസ്റ്റ് കഴിഞ്ഞ മണിക്കൂറിൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, മാനുഷികമായ ചില പരിഗണനകളൊക്കെ കണക്കിലെടുത്ത് ഇപ്പോഴത്തെ ഈ ദ്വീപിലെ എണ്ണപ്പാടങ്ങൾ ഇപ്പോൾ തൽക്കാലം നശിപ്പിക്കുന്നില്ല, അതൊരു മര്യാദയുടെ പുറത്താണെന്ന് കണക്ക് കൂട്ടിയാൽ മതി എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾ സുരക്ഷിതമായിട്ടൊരു സഞ്ചാരത്തിന് ഇറാനോ അല്ലെങ്കിൽ ആരെങ്കിലും അതിന് തടസ്സം സൃഷ്ടിച്ചാൽ ഈ തീരുമാനത്തിൽ ഉടനടി മാറ്റമുണ്ടാകുമെന്നുള്ള ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതായത് കാർഗ് ഐലൻഡിനെ ലക്ഷ്യമിട്ടായിരിക്കും അമേരിക്കൻ സൈന്യം നീങ്ങുന്നതെന്നുള്ളതാണ് ട്രംപിന്റെ ഈ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നത്. SKN, അമേരിക്ക ഈ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ലക്ഷ്യത്തെയും പ്രതിരോധിക്കാൻ ഇറാന് കഴിയില്ലെന്നും അവർക്ക് അത് മാത്രമല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ക്രൂഡ് കയറ്റുമതിയുടെ ഒരു 90% കൈകാര്യം ചെയ്യുന്നത് ഈ കാർഗ് ഐലൻഡ് ടെർമിനലിൽ നിന്നാണ്. 2.8 കോടി ബാരൽ എണ്ണ സംഭരണ ശേഷിയാണ് കാർഗ് ഐലൻഡിനുള്ളത്. സൈനിക കേന്ദ്രങ്ങൾ തകർന്നതോടെ ഈ കാർഗ് ഐലൻഡ് ഇപ്പോൾ പൂർണ്ണമായിട്ടും അമേരിക്കൻ നിരീക്ഷണത്തിലാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ ഒരുപക്ഷെ ഈ റിഫൈനറികളും ടെർമിനലുകളും നിമിഷങ്ങൾക്കകം തകർക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലും വരുന്നുണ്ട്. SKN, ഏകദേശം 20 ലക്ഷം ബാരൽ എണ്ണ വഹിക്കുവാൻ ശേഷിയുള്ള ലോകത്തെ ഏറ്റവും കൂറ്റൻ സൂപ്പർ ടാങ്കറുകൾക്ക് അടുക്കാൻ കഴിയുന്ന ആഴക്കടൽ തുറമുഖം, നമ്മുടെ വിഴിഞ്ഞവുമായിട്ടൊക്കെ നമുക്ക് സാമ്യപ്പെടുത്താൻ പറ്റും. അത്തരം വലിയ ഒരു ആഴക്കടലാണ് ഇവിടെ ഉള്ളത്. ഇത്രയും പ്രധാനപ്പെട്ട ഇടമായതിനാൽ വളരെ ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇറാഖ് യുദ്ധ സമയത്തും ഇറാഖ് കൂടുതൽ ബോംബിട്ടതും ഈ കാർഗ് ഐലൻഡിനെ ലക്ഷ്യമിട്ടായിരുന്നു. SKN, കാർഗ് ഐലൻഡിലെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഇറാന്റെ സാമ്പത്തിക അവസ്ഥ വലിയ രീതിയിൽ തകരുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. IRGCയുടെ അടക്കം ഇറാന്റെ പ്രധാന വരുമാന സോഴ്സാണ് ഈ കാർഗ് ഐലൻഡിലെ ടെർമിനൽ. SKN, അതേസമയം ഇറാനെതിരെ സൈനിക നീക്കവും അതിശക്തമായി തുടരുന്ന ഈ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, യുദ്ധം തുടങ്ങിയത് മുതൽ ഇതുവരെ ഇറാന്റെ ഏതാണ്ട് 15,000-ഓളം സൈനിക കേന്ദ്രങ്ങൾ അമേരിക്കൻ വ്യോമസേനകൾ സംയുക്തമായിട്ട് ഇസ്രായേലിനോടൊപ്പം തകർത്തതായിട്ടാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല, ഇറാന്റെ പ്രതിരോധ ശേഷി പൂർണ്ണമായിട്ട് നശിച്ചതായിട്ടാണ് പെന്റഗൺ അവകാശപ്പെടുന്നത്. ഇറാൻ കപ്പലുകൾക്ക് നേരെ ഈ ആക്രമണം കടുപ്പിച്ചതോടെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി 2,500-ഓളം നാവികസേനയെ അമേരിക്ക പസഫിക് മേഖലയിലാണ് ഇവർ നിലയുറപ്പിച്ചിരിക്കുന്നത്. 3 യുദ്ധക്കപ്പലുകളിലായിട്ടാണ് ഈ സൈനികർ പുറപ്പെട്ടിരിക്കുന്നത്. USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘം വരുന്നത്. SKN, ഒരുപക്ഷെ ഈ കരയുദ്ധം, അതായത് ഈ കാർഗ് ഐലൻഡ് ലക്ഷ്യമാക്കി ഒരു കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു സംശയം വെച്ചു പുലർത്തേണ്ടിയിരിക്കുന്നു ഈ ട്രംപിന്റെ ഈ വാചകവുമായി നോക്കുമ്പോൾ. SKN, ഒരു കാര്യം കൂടി, ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ കബനി, അദ്ദേഹത്തിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള 6 പേരെ കുറിച്ചോ വിവരം ലഭിക്കുന്നവർക്ക് $10 ദശലക്ഷം അമേരിക്ക പ്രഖ്യാപിച്ചു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നുണ്ടല്ലോ. അതിനിടയിൽ ഒരു വാർ പ്രോപ്പഗൻഡ ആണോ എന്ന് അറിയില്ല, അദ്ദേഹത്തിന് പരിക്ക് പറ്റി അദ്ദേഹം കോമ സ്റ്റേജിലാണെന്നൊക്കെയുള്ള വാർത്തകളും പ്രചരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ? SKN, ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ഫോക്സ് റേഡിയോയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു വിലയിരുത്തലാണ് നൽകുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇന്ന് പീറ്റ് ഹെഗ്സത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദമോ അല്ലെങ്കിൽ അദ്ദേഹം TV-യിലോ പ്രത്യക്ഷപ്പെടുന്നില്ല, അതുകൊണ്ട് എന്തു പറ്റി എന്നുള്ളതിന് അമേരിക്കൻ സൈന്യത്തിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ പാരിതോഷികവുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഇതിനൊരു സ്ഥിരീകരണം വരാനുള്ള സാധ്യതയുണ്ട്. SKN, ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളും ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.